വീണ്ടും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതൊന്ന് കമൻ്റായിട്ട് പറയണേ. അപ്പം കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ മഴയ്ക്ക് ശേഷം സൂര്യനൊന്ന് വൈകുന്നേരം കണ്ട ദിവസമാണ് കേട്ടോ. നല്ല പൊന്നി നിറമുള്ള വെളിച്ചം എന്ന് പറയാലോ. ഞാൻ ഏതായാലും പുറത്തേക്ക് ഇറങ്ങി സച്ചൂട്ടനെ ചോദിച്ചവർക്ക് ഇതാട്ടോ, ജലദോഷവും കഫക്കെട്ടൊക്കെ ആയിട്ടേ ഞങ്ങളെല്ലാവരും പനി ഒക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചു സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷം കേട്ടോ. 1-2 പേരൊക്കെ കമൻറ്റിലായിട്ടും നേരിട്ടായിട്ടും ഒക്കെ സച്ചുവിനെ അന്വേഷിച്ചു. ഇപ്പം ഇന്ന് വെയിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ ചെടീനെ ഒന്ന് വെയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറക്കി കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് ചെടികൾ ഞാനിങ്ങനെ ഓമനിച്ച് കൊണ്ട് നടക്കണേ. അപ്പം അതിൻ്റെ പഴുത്ത ലീഫൊക്കെ ഒന്ന് മാറ്റി ഞാനത് പുതിയ തൈകൾ വെച്ചിട്ട് വളർത്തിയെടുക്കാം കേട്ടോ. ഈ കുട്ടി തൈകൾ നമ്മളിങ്ങനെ അത്രയും കെയർ കൊടുത്ത് വളർത്തി വലുതാക്കി വരുമ്പോൾ അത് വളർന്ന് വരുമ്പോൾ കാണുന്ന ആ ഒരു സന്തോഷം ഭയങ്കര വലുതാണ്. അപ്പോൾ ഏതായാലും ഞാൻ ചെടികളൊക്കെ ഒന്ന് വെയിൽ കാണിച്ചപ്പോഴേക്ക് എൻ്റെ ഹസ്ബൻഡ് ടെറസിൽ നമുക്ക് കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞു ഇവിടേക്ക് കയറിയിട്ട് കുറേ ഉണ്ടോ. നമ്മൾ നോമ്പിൻ്റെ സമയത്ത് ഒരു ചേച്ചീനെ വിളിച്ചിട്ട് ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ ഭാഗത്ത് കുറച്ച് വേണ്ടാത്ത തുണികളും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ അവരെടുത്തിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ടെറസിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൂടെ മഴ നനഞ്ഞ് ആകെ ചീഞ്ഞ് കിടക്കേനു. ഞാൻ സത്യം പറഞ്ഞ ഒരു കാര്യം വിട്ടിട്ടേ ഉണ്ടായിട്ടോ. പിന്നെ എനിക്ക് ഒഴിവ് കിട്ടാത്തതുകൊണ്ട് ടെറസിൽ അങ്ങനെ കയറിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെറിയ മേലെ ഇങ്ങനെ ചെറിയ അവിടെ ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കണ്ടോ സംശയത്തിൻ്റെ പേരിൽ കയറി നോക്കിയപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ തുണി മൊത്തം ഞാൻ പെറുക്കിയിട്ട് ഏതായാലും വെള്ളം ചോരാൻ അവിടെ വെച്ചിരിക്കണം. ഈ പഴയ തുണികൾ നമ്മൾ ഓരോരോ ആവശ്യത്തിന് എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കയറി നോക്കുമ്പോൾ ചെടിച്ചട്ടിയിൽ പുല്ല് മുളച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെടിച്ചട്ടിയിൽ കാന്താരിയും പിന്നെ വേറൊരു ചെടിയും മുളച്ചിട്ടുണ്ട് കേട്ടോ. അത് പക്ഷികൾ എന്തെങ്കിലുമൊക്കെ വിത്ത് കൊണ്ടിട്ടതായിരിക്കും. ഏതായാലും ഞാൻ നല്ലൊരു ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് സിറ്റൗട്ടിൽ വന്നിരുന്നു. ടെറസിൽ പോയിട്ട് ആകെ വൃത്തികേടായിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി കുറച്ച് സമയം ഒന്ന് സമാധാനമായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. ഇവിടെ അധികം ചെടിയൊന്നും ഇല്ല. കുറേ ചെടികൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ചെറിയ തൈയായിട്ടുള്ള. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് വെയിലാണെങ്കിൽ നല്ല വെയിലും മഴയാണെങ്കിൽ നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികൾ അങ്ങനെ അങ്ങോട്ട് ഉണ്ടായി കിട്ടൂല കേട്ടോ. അങ്ങനെ മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലാണ് പോയത്. കുക്കിംഗ് ടൈം ആയിട്ടോ. അപ്പോൾ കുറച്ച് ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ചെമ്മീനാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ എത്ര സമയമാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഏതായാലും ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തിട്ട് വെച്ച് പിന്നെ ബാക്കിയുള്ളത് നാളേക്കൊക്കെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതിയിട്ടോ. ഇത് ക്ലീൻ ചെയ്ത് എടുക്കാനൊക്കെ വേഗമുണ്ട്. വലിയ വൃത്തിയായിട്ടൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞു ചെമ്മീനാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ചെറുതാവുമ്പോൾ. അപ്പം കുക്കിംഗ് പരിപാടി തുടങ്ങാണ്. ഞാൻ ആദ്യം വിചാരിച്ച് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ ഇത്രയും ഞാൻ കറി വെക്കാൻ പിന്നെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അത്രയും തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, നാളെ എടുക്കാമെന്ന് കരുതിയിട്ട്. അപ്പം ഇങ്ങനെ ക്ലീനിങ് തീർത്ത് വെച്ചാൽ പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ട്രൈപോഡ് നമ്മൾ ആദ്യം ഉപയോഗിച്ചല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫോണൊക്കെ ശരിക്കും അങ്ങോട്ട് നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ ചെമ്മീനും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയുള്ളി കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ കൂട്ടിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഉപ്പ് പിന്നെ നമ്മൾ ഏതൊക്കെ പൊടികളാണ് വെച്ചാൽ അതൊക്കെ ഇടുക. കുടംപുളി ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ വാളംപുളി ഉണ്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു കുക്കിംഗ് പരിപാടി കഴിഞ്ഞു. ചോറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ക്ലീനിങ് ആണ്. ഞാൻ വീഡിയോ ഒക്കെ നിർത്തിയതിൻ്റെ ശേഷം പിന്നെ വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഏകദേശം 1 മാസത്തോളമായി ഇങ്ങനെ മുഴുവനായിട്ട് അങ്ങോട്ട് ഡെയിലി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്നാലും കൂടിയിട്ട് കുറേ പേര് നല്ല അഭിപ്രായം എനിക്ക് പറയുന്നുണ്ട് കേട്ടോ. വാട്സപ്പിലൊക്കെ എൻ്റെ ഒപ്പം പഠിച്ചവരാണെങ്കിലൊക്കെ എൻ്റെ റൂട്ടീൻ വീഡിയോസൊക്കെ നല്ല ഇഷ്ടമാണെന്ന് പറയലുണ്ട്. എന്തായാലും നമുക്ക് എന്താ പറയുക, അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ പല ആൾക്കാരെയും മടി പിടിച്ചിട്ട് ആൾക്കാരെ കൊണ്ടൊക്കെ ഞാൻ വീഡിയോസ് ഇടിപ്പിക്കലുണ്ട്. പക്ഷേ ഞാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്യൂല. അതാണ് എൻ്റെ ഒരു കുഴപ്പട്ടോ. ഭയങ്കര മടിയാണ്. ഇപ്പം ഏതായാലും ഇനിയിപ്പോൾ എൻ്റെ +2ൻ്റെ എക്സാം എന്തായിന്ന് ഒരു കമൻറ്റ് കണ്ടു. അപ്പം +2ൻ്റെ എക്സാമാണ്, ഫൈനലാണ്. +1 എക്സാം കഴിഞ്ഞ് അത്യാവശ്യം നല്ല മാർക്കിൽ പാസ്സായിട്ടുണ്ട്. ഇനി +2 ആണ് കേട്ടോ. എന്തായാലും എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് പ്രാർത്ഥിക്കണം, ഞാനൊന്ന് പാസ്സായി പോകാൻ. വലിയൊരു സ്വപ്നമാണ് +2 എന്ന് പറയുന്നത് കേട്ടോ. നമ്മളെ ലൈഫിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് പോയ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നേടിയെടുക്കുക, അതൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ.
നിങ്ങളും ഒരു വീട്ടമ്മ ആണെന്നുണ്ടെങ്കിൽ കൂടി നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. നമ്മളെ ഹസ്ബൻഡുമാരോ വീട്ടുകാരോ ആങ്ങളമാരോ വാപ്പമാരോ ആരെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതേപോലെ പഠിക്കണം കേട്ടോ. നമ്മളെ കൊണ്ടൊരു 10 പൈസ വീട്ടിലിരുന്നിട്ടെങ്കിലും സമ്പാദിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് സമ്പാദിച്ചെടുക്കുക തന്നെ വേണം. കാരണം നമുക്കൊരു ജോലിയുണ്ട്, നമുക്കൊരു വരുമാനം ഉണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാല്യൂവും അതിൻ്റെ ഒരു സുഖം സന്തോഷവും ഒക്കെ എന്ന് പറയുന്നത് വേറെ എന്താ പറയുക വേറൊരു രീതിക്കാണ് കേട്ടോ. പല ആൾക്കാരും വീട്ടിൽ മാത്രമായിട്ട് ഇരുന്നിട്ട് പുറത്ത് പോകാൻ പറ്റൂല, എന്നെ കൊണ്ട് ഒന്നും കഴിയൂല, എനിക്കത് സാധിക്കൂല എന്നൊക്കെ വിചാരിക്കണമുണ്ടാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേട്ടോ. ഞാൻ 4 ചുമര് വിട്ടിട്ടൊന്ന് പുറത്തിറങ്ങുന്ന ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. കുറേ അധികം ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ചൂട് വെച്ച് കയറുകയാണ്. നിങ്ങളും തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിക്കട്ടോ. നമ്മൾ ആ ഒരു ശ്രമം നമ്മൾ ആ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹമൊക്കെ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ പഠിച്ചോനോ നമുക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.